വയനാട്ടിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത രോഗിയുമായി വരുമ്പോഴാണ് ആ ആംബുലൻസിന് മുമ്പിൽ ബൈക്ക് യാത്രക്കാരൻ ഏറെ നേരം ഗതാഗത തടസ്സം സൃഷ്ടിച്ചത്. 1 മണിക്കൂറിലേറെ ഗതാഗത തടസ്സം സൃഷ്ടിച്ചു. പല തവണ ഹോൺ അടിച്ചു, സൈറൻ മുഴക്കി. പക്ഷേ ആംബുലൻസിന് വഴിമാറി കൊടുക്കാൻ ഈ വ്യക്തി തയ്യാറായില്ല. ഏകദേശം 22 കിലോമീറ്ററിലധികം ദൂരമാണ് ഈ വിധത്തിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് കർശനമായിട്ടുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാഹനം ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത് ഓടിച്ചതും ഇതിൻ്റെ ഉടമയുമായിട്ടുള്ള വ്യക്തിയെ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുമുണ്ട്. ചെലവൂർ സ്വദേശിയായിട്ടുള്ള ജഫ്നാസ് എന്ന 37-കാരനാണ് വാഹനം ഓടിച്ചത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കർശനമായിട്ടുള്ള നടപടി ഈ യുവാവിനെതിരെ സ്വീകരിക്കും എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നത്. നമുക്കിപ്പം കോഴിക്കോട് RTO PA നസീർ കൂടി ചേരുന്നുണ്ട്. സർ, ഏത് വിധത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കുക? ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ കോഴിക്കോട് ഓഫീസിലെ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ മുസ്തഫയ്ക്കും ഹരീഷും ഇവിടെ നിന്ന് കർശന നിർദ്ദേശം നൽകി. ആരാണോ ഈ കുറ്റക്കാരനെ കണ്ടെത്താനും കർശന നടപടി സ്വീകരിക്കാനും ഉത്തരവിടുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ തന്നെ ഈ വാഹനം ഓടിച്ച ഉടമയെ കണ്ടെത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ചെലവൂരുള്ള വസതിയിലെത്തി അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ വാഹനം കസ്റ്റഡിയിൽ മോട്ടോർ വാഹന വകുപ്പ് എടുത്തിട്ടുണ്ട്. ഇവിടെ ചേവായൂർ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ അത് കസ്റ്റഡിയിലെടുത്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തോട് ഇന്ന് 3 മണിക്ക് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ലൈസൻസും ഡ്രൈവിംഗ് ലൈസൻസും RC ബുക്കും നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടി മോട്ടോർ വാഹന വകുപ്പിൽ നിന്നുണ്ടാകും. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ജീവന് വേണ്ടി പായുന്ന ആംബുലൻസുകൾ എമർജൻസി വാഹനത്തിൽ കാറ്റഗറിയിൽപ്പെട്ടാണ്. അവർക്ക് നമ്മൾ മറ്റു വാഹനം ഓടിക്കുന്ന വാഹന ഉടമകളും ഡ്രൈവർമാരും അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് പകരം അവരുടെ യാത്ര തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ആര് ഭാഗത്തു നിന്നുണ്ടായാലും കർശന നിലപാടെടുക്കും. ഈ വ്യക്തിക്കെതിരെയും കർശന നിലപാടെടുക്കും. 3 മണിക്ക് അദ്ദേഹം ഹാജരായതിനു ശേഷം നിയമപരമായ പ്രൊസീഡിങ്സൊക്കെ തയ്യാറാക്കിയതിന് ശേഷം മാത്രം അദ്ദേഹത്തിനെതിരെ ലൈസൻസ് സസ്പെൻഷൻ നടപടി അതുപോലെ തുടർന്നുള്ള മറ്റു നടപടികളൊക്കെ ഉണ്ടാകും. അതിനുള്ള കർശന നിർദ്ദേശം ഇവിടെ നൽകി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ആംബുലൻസിന് വഴിതടസ്സമുണ്ടായ പശ്ചാത്തലത്തിൽ 2 ജീവനുകൾ പൊലിഞ്ഞത്. അതിന് പിറകെയാണ് ഇത്തരം സംഭവം. സ്വാഭാവികമായിട്ടും ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. അല്ല, ഇത് വളരെ അതീവ ഗൗരവമുള്ളതായതുകൊണ്ട് തന്നെയാണ് രാത്രി അറിഞ്ഞപ്പോൾ തന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ അവിടെ എത്തിയത്. ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ഒരു കാരണവശാലും റോഡിൽ അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഇന്നിപ്പോൾ ന്യൂ ഇയറൊക്കെയാണ്, ആഘോഷങ്ങളാണ്, എല്ലാവരും ആഘോഷിക്കണം. പക്ഷേ നിയമ തടസ്സങ്ങളോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ആരുടെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള നിയമലംഘനം കണ്ടാൽ തീർച്ചയായും കർശന നടപടിയെടുക്കും. അതിന് ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശം വന്നു കഴിഞ്ഞു. ഉദ്യോഗസ്ഥന്മാരെല്ലാം നിതാന്ത ജാഗ്രതയിലായിട്ട് ഇന്ന് റോഡുകൾ ഉണ്ടാവും. ഇതുപോലുള്ള അമിത ശബ്ദം പ്രയോഗിക്കുന്ന മോട്ടോർ സൈക്കിളുകൾ ഇതുപോലുള്ള മറ്റു വാഹനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നവരാണ് ഇന്ന് പ്രധാനമായിട്ട് വാഹന അപകടങ്ങളെല്ലാം കാരണക്കാർ. അതെല്ലാം കണ്ടെത്തി ഞങ്ങൾ ശക്തമായ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. തുടർന്നും ഇത് സ്വീകരിക്കുന്നതായിരിക്കും. പ്രാഥമികമായി ലൈസൻസ് സസ്പെൻഡ് ചെയ്യും എന്ന കാര്യം കൂടി RTO വ്യക്തമാക്കുന്നുണ്ട്. കോഴിക്കോട് നിന്ന് അഭിലാഷ് പള്ളക്കാരക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24.